ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ബിന്ദുജ വിജയൻ. ഇപ്പൊ നമ്മുടെ കേട്ടഡ് കാറ്റഗറി ഫോർ സൂയിങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ് ഇത്, എംബ്രോയിഡറി. അപ്പൊ നമുക്കറിയാം, ആദ്യം വേറെ വേറെ മൊഡ്യൂൾസ് നിന്നൊക്കെയാണ് കൂടുതൽ വെയിറ്റേജിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് 2-3 എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എംബ്രോയിഡറിയുടെ ഒരു പോർഷൻസ് ആണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എംബ്രോയിഡറിയിൽ ഔട്ട്ലൈൻ സ്റ്റിച്ചുകൾ, അതുപോലെ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ, അതുപോലെ ട്രഡീഷണൽ എംബ്രോയിഡറി, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ എംബ്രോയിഡറിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മുന്നേ വന്നിട്ടുള്ള കുറച്ച് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു എംബ്രോയിഡറി പോർഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ എത്രത്തോളം പഠിച്ചു, നമുക്ക് എത്രത്തോളം പഠിക്കാൻ ബാക്കിയുണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ മുന്നേ എംബ്രോയിഡറി ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷെയ്ഡഡ് എംബ്രോയിഡറിക്ക് ഉചിതമായ തയ്യൽ. നമുക്കറിയാം ഷാഡോ എംബ്രോയിഡറി ഉണ്ട്, അതുപോലെ തന്നെ ഷെയ്ഡഡ് എംബ്രോയിഡറി ഉണ്ട്. ഈ ഒരു ഷെയ്ഡഡ് എംബ്രോയിഡറിക്ക് ഉചിതമായ ഒരു തയ്യൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഹെറിംഗ് ബോണ്, ക്ലോസ്ഡ് ഹെറിംഗ് ബോണ്, ലോങ് ആൻഡ് ഷോർട്ട്, സാറ്റിൻ സ്റ്റിച്ച്. അപ്പൊ നമുക്കറിയാം ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ആണ് നമ്മുടെ ഷാഡോ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷാഡോ എംബ്രോയിഡറിക്ക് ഹെറിംഗ് ബോൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ. എന്നാൽ ഷെയ്ഡഡ് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്നതോ അത് ലോങ് ആൻഡ് ഷോർട്ട് ആണ്. നമുക്ക് അങ്ങോട്ടും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ആണ് ഷാഡോയും ഷെയ്ഡഡും. ഷാഡോ പറയുമ്പോൾ നിഴലാണ്, നിഴൽ എംബ്രോയിഡറി, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെറിംഗ് ബോണ്. ഷെയ്ഡഡ് എംബ്രോയിഡറിക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും. ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് പറയുമ്പോൾ എത്ര വലിയൊരു ഡിസൈൻസ് ആണെങ്കിലും നമുക്ക് ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എംബ്രോയിഡറി സ്റ്റിച്ചുകളുടെ രാജ്ഞി എന്നൊരു നെയിമിംഗ് കൂടി ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിനുണ്ട്. അപ്പോൾ എംബ്രോയിഡറി സ്റ്റിച്ചുകളുടെ രാജ്ഞി എന്ന് ഒരു നെയിമിംഗ് ഉണ്ട് ഇത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിന്. കൂടുതലായിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഷെയ്ഡഡ് എംബ്രോയിഡറിക്കാണ്. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഷാഡോ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്നതാണ് ഇത് ഹെറിംഗ് ബോൺ. അപ്പൊ അതും ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൂൽക്കാരി എംബ്രോയിഡറി ഉപയോഗിക്കുന്ന സംസ്ഥാനം. അപ്പൊ നമുക്കറിയാം ഫൂൽക്കാരി എംബ്രോയിഡറി പറയുമ്പോൾ ഇത് ഒരു ട്രഡീഷണൽ എംബ്രോയിഡറി ആണ്. അപ്പൊ ഫൂലിന്റെ മീനിങ് എന്താണ്? ഒരു ഫ്ലവർ ആണ്, പൂക്കളാണ്. അപ്പൊ ഫൂൽക്കാരി എംബ്രോയിഡറി അത് ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? അതൊരു ട്രഡീഷണൽ എംബ്രോയിഡറി ആണ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, കേരളം, തമിഴ്നാട്, പഞ്ചാബ്, കർണാടക. ഏതാണ്? ഫൂൽക്കാരി എംബ്രോയിഡറി പഞ്ചാബിന്റെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ് ഇത് ഫൂൽക്കാരി എന്ന് പറയുന്നത്. അപ്പൊ പൂവാണ്. അപ്പൊ പഞ്ചാബിൽ കുറെ ഫ്ലവേഴ്സ്, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഫൂൽക്കാരി എംബ്രോയിഡറി പഞ്ചാബിന്റെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ്. സാധാരണയായിട്ട് ട്രഡീഷണൽ എംബ്രോയിഡറിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൂൽക്കാരിയുടെ ഒരു കാര്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, മെറ്റൽ ത്രെഡ് വർക്ക് ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? 4 ഓപ്ഷൻസ് തന്നത്, രാജസ്ഥാൻ, ഗുജറാത്ത്, കർണാടക, കാശ്മീർ. നമ്മുടെ ട്രഡീഷണൽ എംബ്രോയിഡറി തന്നെയാണ് ഇത് മെറ്റൽ ത്രെഡ് വർക്ക് പറയുന്നത്. അപ്പൊ നമ്മൾ എംബ്രോയിഡറിയുടെ ആ ഒരു പോർഷൻ പഠിക്കുന്ന സമയത്ത് എംബ്രോയിഡറിയുടെ പേരും അത് ഏത് സംസ്ഥാനത്തിന്റെ ആണ് എന്നും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ മെറ്റൽ ത്രെഡ് വർക്ക് എവിടത്തെയാണ്? രാജസ്ഥാനിന്റെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ് ഇത് മെറ്റൽ ത്രെഡ് വർക്ക്. അപ്പൊ നമ്മൾ ഫൂൽക്കാരി പറഞ്ഞു, ഫൂൽക്കാരി പഞ്ചാബിന്റെയും അതുപോലെ രാജസ്ഥാന്റെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ് മെറ്റൽ ത്രെഡ് വർക്ക്. അതുപോലെ വേറെ നമുക്കറിയാം ട്രഡീഷണൽ എംബ്രോയിഡറിന്റെ ഇപ്പൊ ദർബാരി അല്ലെങ്കിൽ കസൂട്ടി പറയുന്നത് കർണാടകയുടെ ആണ്. അതുപോലെ കമൽ കടായി ആന്ധ്രാപ്രദേശിനാണ്. കാന്ത എംബ്രോയിഡറി വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംബ്രോയിഡറി ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് എംബ്രോയിഡറിയുടെ പേരും അതുപോലെ സംസ്ഥാനം ഏതാണെന്നും കൂടിയും പഠിക്കണം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ല വശത്ത് ചതുരമായും ചീത്ത വശത്ത് ക്രോസ് ആയും കാണുന്ന പ്രവർത്തനം അല്ലെങ്കിൽ സ്റ്റിച്ച് ഏതാണെന്ന്. അതിന്റെ ഓപ്ഷൻസ് നോക്കാം. സ്റ്റാർ സ്റ്റിച്ച്, ക്രോസ് സ്റ്റിച്ച്, ക്യൂൻ സ്റ്റിച്ച്, ഹോൾ ബീൻ സ്റ്റിച്ച്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചുകൾ നമുക്കറിയാം ഇത് നമ്മുടെ മാർക്കിംഗ് സ്റ്റിച്ചുകളിൽ വരുന്നതാണ്. മാർക്കിംഗ് സ്റ്റിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 3 മാർക്കിംഗ് സ്റ്റിച്ചുകളാണ് ഉള്ളത്. അതിൽ ഓരോ സ്റ്റിച്ചിനും ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. കൂടുതലായിട്ട് എക്സാമിന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് 4 പേരുകൾ തന്നിട്ട് ഇതിൽ മാർക്കിംഗ് സ്റ്റിച്ച് ഏതാണോ അല്ലെങ്കിൽ മാർക്കിംഗ് സ്റ്റിച്ച് അല്ലാത്തത്, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? നല്ല വശത്ത് ചതുരമായിട്ടും ചീത്ത വശത്ത് ക്രോസ് ആയിട്ടും കാണുന്ന ആ ഒരു സ്റ്റിച്ച് ഏതാണ്? ആൻസർ ഏതാണ്? ക്യൂൻ സ്റ്റിച്ച് ആണ്. അപ്പൊ നല്ല വശത്ത് ചതുരമായിട്ടും ചീത്ത വശത്ത് എങ്ങനെയാണ്? ക്രോസ് ആയിട്ടും കാണുന്ന, നല്ല വശത്ത് ചതുരമായിട്ടും ചീത്ത വശത്ത് ക്രോസ് ആയിട്ടും കാണുന്ന സ്റ്റിച്ചാണ് ഇത് ക്യൂൻ സ്റ്റിച്ച്. ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള സ്റ്റിച്ചാണ് ഇത് സ്റ്റാർ സ്റ്റിച്ച്. അതെങ്ങനെയാണ്? നല്ല വശത്ത് ഡബിൾ ക്രോസ് പോലെ കാണുന്ന സ്റ്റിച്ചാണ് ഇത് നമ്മുടെ സ്റ്റാർ സ്റ്റിച്ച്. അപ്പൊ നല്ല വശത്ത് ഡബിൾ ക്രോസ് പോലെ കാണുന്നത് സ്റ്റാർ സ്റ്റിച്ചും നല്ല വശത്ത് ചതുരമായിട്ടും ചീത്ത വശത്ത് ക്രോസ് ആയിട്ടും കാണുന്നതാണ് നമ്മുടെ ക്യൂൻ സ്റ്റിച്ച്. ക്യൂൻ സ്റ്റിച്ച് അല്ലെങ്കിൽ
അതിനെ വേറൊരു നെയിമും കൂടും പറയും നമ്മൾ ദർബൻ സ്റ്റിച്ച്, DURBAN, ദർബൻ സ്റ്റിച്ച് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. അതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് സ്റ്റിച്ചുകളാണ് സ്റ്റാർ സ്റ്റിച്ചും ക്രോസ് സ്റ്റിച്ചും ക്യൂൻ സ്റ്റിച്ചും. അതിൽ സ്റ്റാർ സ്റ്റിച്ച് പറഞ്ഞാൽ നല്ല വശത്ത് ഡബിൾ ക്രോസ് ആയിട്ട് കാണുന്നത്, ക്യൂൻ സ്റ്റിച്ച് പറഞ്ഞാൽ നല്ല വശത്ത് ചതുരമായിട്ടും ചീത്ത വശത്ത് ഗുണനം ക്രോസ് ആയിട്ടും കാണും. ക്യൂൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ദർബൻ സ്റ്റിച്ച് പറയും. പിന്നെ നമ്മുടെ ക്രോസ് സ്റ്റിച്ച് എങ്ങനെയാണ് ക്രോസ് ആയിട്ട് കാണുന്ന സ്റ്റിച്ചാണ് ക്രോസ് സ്റ്റിച്ച്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മാർക്കിംഗ് സ്റ്റിച്ച്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ് മാർക്കിംഗ് സ്റ്റിച്ചുകൾ. എക്സാമിന് സാധാരണയായിട്ട് കോമൺ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 1-2 ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗദർ തുണിയിൽ തയ്ക്കുന്ന എംബ്രോയിഡറി. അപ്പോൾ ഓരോ എംബ്രോയിഡറിക്കും ഇതുപോലെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഫാബ്രിക്സ് യൂസ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ സ്പെഷ്യൽ ആയിട്ട് വല്ല കളറ്, നൂലുകൾ, അങ്ങനത്തെ കാര്യങ്ങളും എല്ലാത്തിനും കോമൺ ആയിട്ട് പറയുന്ന പോലെയല്ല. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് എക്സാമിന് എടുത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഗദർ തുണിയുടെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഗദർ തുണിയിൽ തയ്ക്കുന്ന എംബ്രോയിഡറി ഏതാണ് ചോദിച്ചത്. ഏതാണ്? ഇംഗ്ലീഷ് എംബ്രോയിഡറി ഉണ്ട്, ഷാഡോ എംബ്രോയിഡറി ഉണ്ട്, ഫൂൽക്കാരി ഉണ്ട്, കട്ട് വർക്ക് ഉണ്ട്. ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഫൂൽക്കാരി എംബ്രോയിഡറി ആണ് നമ്മുടെ ഗദർ തുണിയിൽ കാണുന്ന എംബ്രോയിഡറി എന്ന് പറയുന്നത്. ഗദർ തുണിയിൽ ചെയ്യുന്ന എംബ്രോയിഡറി. ഈ ഗദർ തുണി പറഞ്ഞാൽ കൈകൊണ്ട് നിർമ്മിച്ച നൂലുകൊണ്ട് നെയ്തെടുത്ത പരുപരുത്ത ഗദർ തുണിയിലാണ് നമ്മളെ ഫൂൽക്കാരി എംബ്രോയിഡറി ചെയ്യാം. നമ്മൾ പറഞ്ഞു ഫൂൽക്കാരിയുടെ ഫൂൽ പറഞ്ഞ എന്താ ഫ്ലവേഴ്സ് ആണ്. എന്നുവെച്ചാൽ ആ ഒരു ഫൂൽക്കാരി ചെയ്ത അത് ആ ഒരു തുണി ഡിസൈൻ നമുക്ക് തുണി ആ ഡിസൈൻ കാരണം നമുക്ക് ആ തുണി കാണാൻ പറ്റില്ല. അത്രയും ഫില്ല് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു എംബ്രോയിഡറി ആണ് ഇത് ഫൂൽക്കാരി എംബ്രോയിഡറി പറയുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പഞ്ചാബിന്റെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ് ഫൂൽക്കാരി. ഓക്കെ. കാന്ത വർക്കിന് ഉപയോഗിക്കുന്ന തയ്യലിൽ പെടാത്തത്. അപ്പൊ നമ്മൾ കാന്ത വർക്കിന് കുറച്ച് സ്റ്റിച്ചുകൾ യൂസ് ചെയ്യും. ആ ഒരു സ്റ്റിച്ചുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? റണ്ണിങ് ഉണ്ട്, ഡാണിങ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, സാറ്റിൻ ഉണ്ട്. ഇതിൽ ഏതാണ് ആൻസർ വരിക? സാറ്റിൻ സ്റ്റിച്ച് ആണ് നമ്മൾ കാന്ത വർക്കിന് യൂസ് ചെയ്യാത്തത്. നമുക്കറിയാം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ റണ്ണിങ് സ്റ്റിച്ചും അതുപോലെ ഡാണിങ് സ്റ്റിച്ചും ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് സ്റ്റെമ്മും ചെയിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാത്ത സ്റ്റിച്ചാണ്. അപ്പോൾ കാന്ത വർക്കിന് യൂസ് ചെയ്യുന്ന 5 സ്റ്റിച്ചുകൾ ഉണ്ട്. അത് റണ്ണിങ്, ഡാണിങ്, സ്റ്റെമ്മ് ആ സ്റ്റിച്ചുകളൊക്കെയാണ്. അതിൽ യൂസ് ചെയ്യാത്ത സ്റ്റിച്ചാണ് ഇത് സാറ്റിൻ സ്റ്റിച്ച്. അപ്പൊ നമുക്ക് ഒരു എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചുകളും യൂസ് ചെയ്യാത്തതും തമ്മിൽ തന്നാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നല്ല വശം ഡബിൾ ക്രോസ് പോലെ തോന്നിക്കുന്ന തയ്യൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പൊ നമ്മുടെ മാർക്കിംഗ് സ്റ്റിച്ചുകൾ നമ്മൾ പറഞ്ഞു തീർത്തു. ഏതാണ്? ക്രോസ് ഉണ്ട്, ഷാഡോ ഉണ്ട്, പാഡ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്. ഏതാണ്? സ്റ്റാർ സ്റ്റിച്ച് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നല്ല വശം പറഞ്ഞാൽ ഡബിൾ ക്രോസ് ആയിട്ട് ഇങ്ങനെ കാണുന്ന സ്റ്റിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാർ സ്റ്റിച്ച്. ഇതൊരു മാർക്കിംഗ് സ്റ്റിച്ചാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മാർക്കിംഗ് തയ്യലുകളിൽ ഉൾപ്പെടാപ്പെടുന്നത്. അപ്പൊ നമ്മൾ മാർക്കിംഗ് സ്റ്റിച്ചിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞതാണ്. ഏതാണ്? ചെയിൻ ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ബാക്ക് ഉണ്ട്, സ്റ്റെം ഉണ്ട്. അപ്പൊ മാർക്കിംഗ് സ്റ്റിച്ചിൽ ഉൾപ്പെടുന്നത് ഏതാണ്? സ്റ്റാർ സ്റ്റിച്ച് ആണ്. സ്റ്റാർ ഉണ്ട്, സ്റ്റാർ സ്റ്റിച്ച് മാർക്കിംഗ് സ്റ്റിച്ച് ആണ്. അതുപോലെ ക്രോസ് സ്റ്റിച്ച് മാർക്കിംഗ് സ്റ്റിച്ച് ആണ്. ക്യൂൻ സ്റ്റിച്ചും മാർക്കിംഗ് സ്റ്റിച്ച് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 5 സിംഗിൾ കച്ച് വർക്ക് ചേർത്തതാണ്. എന്താണ്? ബോർഡർ കച്ച് വർക്ക്, ഡബിൾ കച്ച് വർക്ക്, ട്രിപ്പിൾ കച്ച് വർക്ക്, ഫൈബർ കച്ച് വർക്ക്. അപ്പൊ നമുക്കറിയാം കച്ച് വർക്ക് ഗുജറാത്തിലത്തെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ് ഇത് കച്ച് വർക്ക് എന്ന് പറയുന്നത്. എവിടെയാണ്? ഗുജറാത്തിലത്തെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ് കച്ച് വർക്ക്. കച്ച് വർക്ക് 3 രീതിയിലാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ആദ്യം സിമ്പിൾ കച്ച് വർക്ക് ഉണ്ട്. അതായത് നമ്മൾ നോർമലായിട്ട് കച്ച് വർക്ക് ചെയ്യാം. ഈ 5 സിംഗിൾ കച്ച് വർക്ക് ചേർന്നതാണ് ഇത് നമ്മുടെ ഫൈബർ കച്ച് വർക്ക്. അപ്പൊ സിംഗിൾ കച്ച് വർക്ക് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തയ്യലാണ്. അവിടെ ഒറ്റൊരു കച്ചിന്റെ ഡിസൈൻ ഉണ്ടാവുക. 5 സിംഗിൾ കച്ച് വർക്ക് ചേർന്നതാണ് ഇത് ഫൈബർ കച്ച് വർക്ക്. അത് രണ്ടാമത്തെ. മൂന്നാമത്തെ പറയുമ്പോൾ ബോർഡർ കച്ച് വർക്ക്. ബോർഡർ കച്ച് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രസ്സിന്റെ, സാരിയുടെ അല്ലെങ്കിൽ ഷോളിന്റെ ഒക്കെ സൈഡിൽ ബോർഡേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? ബോർഡർ കച്ച് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്തിന്റെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ് കച്ച് വർക്ക്. ഗുജറാത്തിന്റെ കച്ച് എന്ന പ്രദേശത്ത് താമസിക്കുന്നവരാണ് കൂടുതലായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അതിന് കച്ച് വർക്ക് എന്നൊരു നെയിം വന്നത്. അത് സിംഗിൾ കച്ച് വർക്ക് ഉണ്ട്, ഫൈബർ കച്ച് വർക്ക് ഉണ്ട്, ബോർഡർ കച്ച് വർക്ക് ഉണ്ട്. 5 സിംഗിൾ കച്ച് വർക്ക് ചേർന്നതാണ് ഇത് ഫൈബർ കച്ച് വർക്ക്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താമ്പൂർ എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ച് ഉണ്ട്, ബാക്ക് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ചെയിൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഏത്? താമ്പൂർ എംബ്രോയിഡറി. താമ്പൂർ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ഏതാണ്? ചെയിൻ സ്റ്റിച്ച്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ചോദിക്കാം. ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന എംബ്രോയിഡറി ഏതാണ്? താമ്പൂർ എംബ്രോയിഡറി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതും കൂടിയാണ്. ഇനിയുള്ള എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലേസി ഡേസി സ്റ്റിച്ചിന്റെ മറ്റൊരു പേര്. നമുക്കറിയാം
നമ്മൾ ഫ്ലവേഴ്സും ലീവ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ലേസി ഡേസി. ലേസി ഡേസി എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഒറ്റ സ്റ്റിച്ച് കൊണ്ട് ഒരു ഫ്ലവറിന്റെ ഒരു പെറ്റലിന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരൊറ്റ സ്റ്റിച്ച് കൊണ്ട് ഒരു ലീഫ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ എംബ്രോയിഡറിയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചും കൂടിയാണ് ഇത് ലേസി ഡേസി. ലേസി ഡേസി സ്റ്റിച്ചിന്റെ വേറൊരു പേരാണ് ചോദിക്കുന്നത്. ഏതാണ്? കേബിൾ ചെയിൻ ഉണ്ട്, ഡിറ്റാച്ച്ഡ് ചെയിൻ ഉണ്ട്, മാജിക് ചെയിൻ ഉണ്ട്, ഡബിൾ ചെയിൻ ഉണ്ട്. ഏതാണ്? ഡിറ്റാച്ച്ഡ് ചെയിൻ ആണ് നമ്മുടെ ലേസി ഡേസിയുടെ വേറൊരു നെയിം. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ലേസി ഡേസി സ്റ്റിച്ച് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ഫ്ലവേഴ്സും ലീവ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ലേസി ഡേസി സ്റ്റിച്ചിന്റെ വേറൊരു പേരാണ് ഏത് ഡിറ്റാച്ച്ഡ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കൻബി ഏത് വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരി വർക്ക്, കാന്ത വർക്ക്, സർദോസി, കച്ച് വർക്ക്. ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, കച്ച് വർക്കാണ്. നമ്മൾ പറഞ്ഞു ഗുജറാത്തിന്റെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ് കച്ച് വർക്ക് അല്ലെങ്കിൽ കച്ച് എംബ്രോയിഡറി. ഇത് ഗുജറാത്തിലെ കച്ച് എന്ന പ്രദേശത്ത് താമസിക്കുന്നവരാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കൻബി എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ ആടിനെ ആട്ടിടയന്മാര് ആ ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൻബി എന്ന് പറയുന്നത്. അപ്പൊ കൻബി വർഗത്തിൽപ്പെടുന്ന അവരും ഈ ഒരു എംബ്രോയിഡറി ചെയ്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ കൻബി എംബ്രോയിഡറി എന്ന് പറയുന്നത്. അപ്പൊ കച്ച് എംബ്രോയിഡറി എന്ന് അല്ലെങ്കിൽ കൻബി എംബ്രോയിഡറി എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ എംബ്രോയിഡറി പഠിക്കുന്ന സമയത്ത് ഒരു എംബ്രോയിഡറിക്ക് വേറെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേറെ നെയിമുകൾ ഉണ്ടാവും. അപ്പൊ അതും കൂടി പഠിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ബോർഡർ സ്റ്റിച്ചുമായി ബന്ധമില്ലാത്തത്. അപ്പൊ നമ്മൾ ബോർഡർ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സാരിയുടെ അല്ലെങ്കിൽ ഷോളിന്റെ ഒക്കെ ബോർഡേഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബോർഡർ സ്റ്റിച്ചുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഹെറിംഗ് ബോണ്, ഫ്ലാറ്റ് സ്റ്റിച്ച്, ഷെവ്റോൺ, ജർമ്മൻ നോട്ട്. അപ്പൊ ഹെറിംഗ് ബോൺ അത്യാവശ്യം വലിയൊരു സ്റ്റിച്ചാണ്. നമുക്കറിയാം ഹെറിംഗ് ബോൺ വെച്ചിട്ട് നമുക്ക് ബോർഡേഴ്സ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് സ്റ്റിച്ചോ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് ഇത് ഫ്ലാറ്റ് സ്റ്റിച്ച്. പിന്നെ ഷെവ്റോണും നമുക്ക് ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ജർമ്മൻ നോട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്, ഫ്ലാറ്റ് സ്റ്റിച്ച്. ഫ്ലാറ്റ് സ്റ്റിച്ച് പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ് ഇത് ഫ്ലാറ്റ് സ്റ്റിച്ച്. മറ്റേ ബോർഡേഴ്സ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലെങ്ത്തിൽ ചെയ്യാണ്ടാവും ബോർഡർ. ഇപ്പൊ ഒരു ഷോളിന്റെ ഒക്കെ ബോർഡർ ചെയ്യാൻ പറയുമ്പോൾ 4 വശം നമുക്ക് ചെയ്യണം. അപ്പൊ അത്യാവശ്യം കുറച്ച് വലിയ സ്റ്റിച്ച് ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് വേഗം ചെയ്ത് തീർക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് കുറേ ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്ലാറ്റ് സ്റ്റിച്ച് വളരെ ചെറുത്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പൊ ആ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഹെറിംഗ് ബോണും ഷെവ്റോണും ഒക്കെ പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചുകൂടി നമുക്ക് വലുതാക്കി വേഗം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഗ്യാപ്പ് അറിയാത്ത രീതിയിലുള്ള ഒരു സ്റ്റിച്ചുകളാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പൊ ബോർഡർ സ്റ്റിച്ചുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഇത് ഫ്ലാറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാന്ത ചെയിൻ ഉപയോഗിച്ച് കൗച്ചിങ് തയ്ക്കുന്നതാണ്. ഏതാ? മഡ്കൻ, മാർക്കിംഗ്, പാറ്റി, ചോട്ടി. ഏതാണ്? നമ്മുടെ കാന്ത ചെയിൻ ഉപയോഗിച്ചിട്ട് കൗച്ചിങ് തയ്ക്കുന്ന അതിന് പറയുന്ന പേരാണ് ഇത്. ഓപ്ഷൻ എ, മഡ്കൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു കാന്ത എംബ്രോയിഡറിയിലെ ട്രഡീഷണൽ വർക്കാണ് കാന്ത എംബ്രോയിഡറി. അതിലത്തെ ആ ഒരു കാന്ത ചെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കൗച്ചിങ് തയ്ക്കും. നമുക്കറിയാം കൗച്ചിങ് പറഞ്ഞാൽ നമ്മൾ ഒരു നൂല് വെച്ചിട്ട് അതിന് മുകളിൽ കൂടെ വേറൊരു നൂല് വെച്ച് ചെയ്യണ ഒരു ഇതാണ് ഏത്? കൗച്ചിങ്. അപ്പൊ കാന്ത ചെയിൻ ഉപയോഗിച്ചിട്ട് കൗച്ചിങ് തയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മഡ്കൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പേർഷ്യൻ ഭാഷയിൽ അറിയപ്പെടുന്ന തയ്യൽ. അതായത് ഈ ഒരു പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് ആ ഒരു നെയിമിംഗ് ഉണ്ടായിട്ടുള്ളത്. ഏതാ? കമൽ കടായി, കച്ച്, സർദോസി, കാന്ത. നമ്മുടെ ഓപ്ഷൻ സി സർദോസി ആണ്. നമുക്കറിയാം ഒരു സ്പ്രിങ് പോലത്തെ സാധനമാണ് ഇത് സർദോസി എന്ന് പറയുന്നത്. അതിൽ സർ എന്ന് പറഞ്ഞു വെച്ചാൽ ഗോൾഡ് ആണ്, ദോസി പറഞ്ഞ എംബ്രോയിഡറി. അപ്പൊ ഗോൾഡ് അങ്ങനെയാണ് അതിന്റെ മീനിങ് വരുന്നത്. അതൊരു പേർഷ്യൻ ഭാഷയിൽ അറിയപ്പെടുന്ന ഒരു തയ്യലാണ്. കാരണം അതിന്റെ ഒരു ഒറിജിൻ പറയുന്നത് അവിടെയാണ്. അപ്പോൾ പേർഷ്യൻ ഭാഷയിൽ അറിയപ്പെടുന്ന എംബ്രോയിഡറിയാണ് സർദോസി. സർ എന്ന് പറഞ്ഞ ഗോൾഡും ദോസി പറഞ്ഞ എംബ്രോയിഡറി എന്നാണ് മീനിങ് വരുന്നത്. അപ്പൊ ഗോൾഡ് അങ്ങനത്തെ ആ സർദോസി കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അതെങ്ങനെ കുറച്ച് ഗോൾഡൻ കളർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അതിന് സർദോസി എന്ന് പേര് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൂൽക്കാരി എത്ര രീതിയിൽ അറിയപ്പെടുന്നു? നമ്മൾ പറഞ്ഞു പഞ്ചാബിന്റെ ട്രഡീഷണൽ എംബ്രോയിഡറി ഫൂൽക്കാരി. അത് എത്ര രീതിയിലാണെന്ന് ചോദിക്കുന്നത്. ഏതാ? 2 രീതിയിലുണ്ട്. 2, 3, 4, 5. ഏതാ നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്, 4 രീതിയിലാണ്. ഏതൊക്കെയാണ്? ചോപ്പ് അല്ലെങ്കിൽ സുബർ, സാലു, തിൽപത്ര, മിലക്ക്. ഈ 4 രീതിയിലാണ് നമ്മുടെ ഫൂൽക്കാരികൾ കാണപ്പെടുന്നത്. അപ്പോൾ ഫുൽക്കാരിയുടെ തന്നെ ഇപ്പൊ നമ്മൾ 2ഉം 3ഉം ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫുൽക്കാരി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ട്രഡീഷണൽ എംബ്രോയിഡറി സംസ്ഥാനം അത് മാത്രം പഠിച്ച പോലെ ഫുൽക്കാരിയുടെ തുണി അതാ ചോദിച്ചു, അതുപോലെ എത്ര രീതിയിലുണ്ട് ചോദിച്ചു. അപ്പൊ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള നോളജും കൂടി വേണം. അപ്പൊ ഫുൽക്കാരി എത്ര രീതിയിലാണ്? 4 രീതിയിലാണ് ഫുൽക്കാരി അറിയപ്പെടുന്നത്. ഇനി നമ്മൾ മാർക്കിംഗ് തയ്യലുകളിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഇതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്താണ്. പക്ഷെ അവിടെ എന്തായിരുന്നു? നമ്മള് ഓരോ ഓപ്ഷൻസിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ.
അപ്പൊ ഏതാണ്? ചെയിൻ സ്റ്റിച്ച് ഉണ്ട്, ക്രോസ് ഉണ്ട്, ബാക്ക് ഉണ്ട്, ഫെദർ ഉണ്ട്. നമ്മുടെ ആൻസർ ഏതാണ്? ക്രോസ് സ്റ്റിച്ച് ആണ്. നമുക്കറിയാം ക്രോസ് സ്റ്റിച്ച് അതുപോലെ തന്നെ ക്യൂൻ സ്റ്റിച്ച് ഒക്കെ എന്താണ്? നമ്മുടെ മാർക്കിംഗ് സ്റ്റിച്ചുകളാണ്. അപ്പോൾ ഓപ്ഷൻസിൽ മാറ്റം വരാം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ മാർക്കിംഗ് സ്റ്റിച്ചുകൾ ഏതാണ് ആ 3 വ്യക്തമായിട്ട് നമുക്ക് അറിയണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പാവപ്പെട്ടവന്റെ കമ്പിളി എന്നറിയപ്പെടുന്നത്. ഇതൊരു ട്രഡീഷണൽ എംബ്രോയിഡറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നെയിമാണ്. ഇപ്പൊ നമ്മൾ ഒരു എംബ്രോയിഡറിക്ക് അത് കൂടാണ്ട് വേറെ നെയിമുകൾ വരില്ല. അങ്ങനെ ഉള്ള ഒരു നെയിമാണ് പാവപ്പെട്ടവന്റെ കമ്പിളി എന്നറിയപ്പെടുന്നത്. അത് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ അല്ല, ഓപ്ഷൻസ് നോക്കാം. കലംകാരി, കാന്ത എംബ്രോയിഡറി, ചിക്കൻകാരി, കാശ്മീരി എംബ്രോയിഡറി. ഓപ്ഷൻ ബി കാന്ത എംബ്രോയിഡറി ആണ് എന്ത്? പാവപ്പെട്ടവന്റെ കമ്പിളി എന്നറിയപ്പെടുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മൾ പഴയ വസ്ത്രങ്ങളുണ്ടല്ലോ, ഇപ്പൊ കുറച്ച് കീറിയിട്ടുള്ള അങ്ങനത്തെ വസ്ത്രങ്ങളിലേക്ക് നല്ല ഭാഗം കട്ട് ചെയ്തിട്ട് ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ചും ഡാണിങ് സ്റ്റിച്ചും ഒക്കെ ചെയ്തിട്ട് നിർമ്മിക്കുന്നതാണ് ഇത് ഒരു കാന്ത എംബ്രോയിഡറി പറയുന്നത്. എന്നിട്ടാണ് പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ കൂടെ നമ്മുടെ കാന്ത ചെയിൻ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് കാന്ത ചെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന എംബ്രോയിഡറി ആയതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? പാവപ്പെട്ടവന്റെ കമ്പിളി എന്ന് പറയുന്നത്. അപ്പൊ പാവപ്പെട്ടവന്റെ കമ്പിളി എന്നറിയപ്പെടുന്ന എംബ്രോയിഡറി ആണ് ഇത് കാന്ത എംബ്രോയിഡറി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹോൾ ബീം സ്റ്റിച്ചിന്റെ വകഭേദം. പിസ്റ്റിൽ സ്റ്റിച്ച്, സ്പ്ലിറ്റ് സ്റ്റിച്ച്, ഷെവ്റോൺ സ്റ്റിച്ച്, ദർവാരി. ഏതാണ്? നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, ദർവാരി ആണ്. ദർവാരി അല്ലെങ്കിൽ കസൂട്ടി പറയും. നമ്മുടെ കർണാടകയുടെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ്. ഇപ്പൊ ഹോൾ ബീം സ്റ്റിച്ച് പറഞ്ഞെന്താ നമുക്കറിയാം, നമ്മളെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ അതിൽ ഗ്യാപ്പുകൾ നമ്മൾ ഫില്ല് ചെയ്യും. അപ്പൊ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് അതിൽ വരുന്ന ഗ്യാപ്പുകൾ നമ്മൾ വീണ്ടും വേറൊരു കളർ നൂലിട്ടിട്ടൊക്കെ നമ്മൾ ഫില്ല് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സ്റ്റിച്ചിനെ നമ്മൾ എന്ത് പറയുന്നത്? ഹോൾ ബീം സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പൊ ദർവാരി ഹോൾ ബീം സ്റ്റിച്ചിന്റെ ഒരു വകഭേദമാണ് ഇത് ദർവാരി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സ്റ്റിച്ചുകളും സെയിം പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു കളർ നൂലിട്ടിട്ട് നമ്മൾ ഒരു റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു, അടുത്തൊരു കളർ നൂലിട്ടിട്ട് വീണ്ടും അതിന്റെ ഇടയിലുള്ള ആ ഒരു സ്പേസുകളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യും. അപ്പൊ ഹോൾ ബീം സ്റ്റിച്ചിന്റെ വകഭേദമാണ് ഇത് ദർവാരി അല്ലെങ്കിൽ കസൂട്ടി എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് തുരഞ്ച് ഡിസൈനുകൾ ഉൾപ്പെട്ട എംബ്രോയിഡറി. അപ്പോൾ ചില എംബ്രോയിഡറികളിൽ ചില ഡിസൈൻസ് ആണ് കൂടുതലായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ചിലപ്പോൾ ചില നെയിമിങ്സും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ തുരഞ്ച് ഡിസൈനുകൾ ഉൾപ്പെട്ട എംബ്രോയിഡറി പറയുമ്പോൾ ഏതാണ്? കാശ്മീരി എംബ്രോയിഡറി ഉണ്ട്, ഫൂൽക്കാരി ഉണ്ട്, കലംകാരി ഉണ്ട്, കാന്ത ഉണ്ട്. ഇവിടെ കാശ്മീരി എംബ്രോയിഡറിയിൽ യൂസ് ചെയ്യുന്ന ഒരു മാങ്ങ ഡിസൈൻ ആണ് എന്ത് പറയുന്നത്? തുരഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മാങ്ങ ഡിസൈൻ എന്ന് പറയുന്നതാണ് തുരഞ്ച്. അപ്പൊ അത് കാശ്മീരി എംബ്രോയിഡറിയിലാണ് സാധാരണയായിട്ടും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കാന്തയിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് താമരയുടെ ഡിസൈൻ ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ ചിലതിൽ അങ്ങനെ എടുത്ത് ചോദിക്കാം ഏത് ഡിസൈനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഡിസൈനുകൾക്കും കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ നമ്മുടെ ദർവാരി അല്ലെങ്കിൽ കസൂട്ടിയിലൊക്കെ അമ്പലങ്ങളുടെ ഗോപുരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ജോമെട്രിക്കൽ ഡിസൈൻസ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കും. അപ്പൊ എത്രയാണ് നമ്മളെ എംബ്രോയിഡറി ആയിട്ട് റിലേറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ കേട്ടറ്റ് കാറ്റഗറി ഫോർ സൂയിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് സെക്ഷൻസ് ഉണ്ട്, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, മെന്റർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മെന്റർഷിപ്പ് ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട് വന്നാലും ആ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റഡീസ് സ്റ്റോപ്പ് ചെയ്യാണ്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിൽ തന്നെ നമുക്ക് പഠനം തുടർന്നുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറെ പഠിച്ചു എന്ന് അതിൽ മാത്രമല്ല കാര്യം, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം എത്രയും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ എംബ്രോയിഡറിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഡാണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് തുടർ ഡിസൈനുകൾ തയ്ക്കുന്ന പ്രവർത്തനം. അപ്പൊ നമുക്കറിയാം ഡാണിങ് സ്റ്റിച്ച് പറഞ്ഞാൽ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് പോലത്തെ തന്നെ ഒരു സ്റ്റിച്ചാണ് ഇത് ഡാണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം. റിച്വല് കട്ട് വർക്ക്, ഫുൽക്കാരി, ഷാഡോ വർക്ക്, മെന്തി. ഏതിലാണ്? നമ്മുടെ ഫുൽക്കാരി എംബ്രോയിഡറിയിലാണ് നമ്മൾ ഡാണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് തുടർ ഡിസൈനുകൾ തയ്ക്കുന്നത്. അപ്പോൾ ഫുൽക്കാരി എംബ്രോയിഡറി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് പറയുമ്പോൾ ഡാണിങ് സ്റ്റിച്ച് ആണ്. നമ്മൾ ഫുൽക്കാരി എംബ്രോയിഡറിയുടെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ എങ്ങനത്തെ തുണിയാണ് യൂസ് ചെയ്യുന്നത്? ഗദർ തുണിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പഞ്ചാബിന്റെ ട്രഡീഷണൽ എംബ്രോയിഡറി ആണ്. ഈ ഒരു എംബ്രോയിഡറി ചെയ്ത ആ തുണിയും ഡിസൈനും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഫുള്ള് ആ ഒരു തുണി മുഴുവൻ ഡിസൈൻ നിറഞ്ഞിരിക്കുന്ന ഒരു എംബ്രോയിഡറി ആണ് ഇത് ഫുൽക്കാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുൽക്കാരി വർക്കിൽ ഉൾപ്പെടാത്തത് നമ്മൾ പറഞ്ഞു 4 തരം ഫുൽക്കാരി ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ചോപ്പ് ഉണ്ട്, സാലു ഉണ്ട്, മുർഗി ഉണ്ട്, മിലക്ക് ഉണ്ട്.
ഏതാണ്? ഓപ്ഷൻ സി ആണ്, മുർഗിയാണ് നമ്മുടെ ഫുൽക്കാരി എംബ്രോയിഡറിയിൽ ഉൾപ്പെടാത്തത്. ഇപ്പോൾ ചോപ്പ് അല്ലെങ്കിൽ സുബർ, സാലു, തിൽപത്ര, മിലക്ക് ഈ 4 നമ്മുടെ ഫുൽക്കാരി എംബ്രോയിഡറിയിൽ വരുന്നത്. മുർഗി പറയുമ്പോൾ നമ്മുടെ ദർവാരി അല്ലെങ്കിൽ കസൂട്ടിയിൽ വരുന്നതാണ് ഇത് മുർഗി. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഡിഫറെന്റ് വേരിയേഷൻസും കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. ആ നെയിമും പിന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചും, കാരണം ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ പറഞ്ഞതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മളെ ശ്രദ്ധിക്കുന്നതിന് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫുൽക്കാരി ട്രഡീഷണൽ എംബ്രോയിഡറി ആണ്, അതിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട്. അതുപോലെ തന്നെ എല്ലാ എംബ്രോയിഡറിയുടെ സ്റ്റിച്ചുകളും പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാം എന്നല്ല, ആ ഒരു സ്റ്റിച്ചിന്റെ പ്രത്യേകതയെ, അതിന് യൂസ് ചെയ്യുന്ന ഡിസൈൻ അല്ലെങ്കിൽ തുണി, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മാക്സിമം ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്